പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, യേശയ്യ 2:22 കർത്താവ് അരുളി ചെയ്യുന്നു, മനുഷ്യനിൽ വിശ്വാസം അർപ്പിക്കരുത്, അവൻ ഒരു ശ്വാസം മാത്രം, അവനെന്ത് വിലയുണ്ട്. മനുഷ്യരായ നാം പലപ്പോഴും മനുഷ്യരിലാണ് വിശ്വാസവും പ്രതീക്ഷയും ആശ്വാസവും കണ്ടെത്തുന്നത്. എന്നാൽ കർത്താവ് നമ്മോട് പറയുന്നത് മനുഷ്യനിൽ വിശ്വാസം അർപ്പിക്കരുത് എന്നാണ്. മനുഷ്യൻ ഒരു ശ്വാസം മാത്രമാണ്. മനുഷ്യൻ്റെ സ്നേഹത്തിനും വാഗ്ദാനങ്ങൾക്കും അതുപോലെ അഭിപ്രായങ്ങൾക്കുമെല്ലാം മാറ്റങ്ങൾ സംഭവിക്കും. നമ്മെക്കുറിച്ച് കരുതലുള്ള, നമ്മോട് കരുണയുള്ള, നമ്മെ ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിക്കുന്ന കർത്താവിലാണ് നാം വിശ്വാസം അർപ്പിക്കേണ്ടത്. ജെറമിയ 31:3 കർത്താവ് അരുളി ചെയ്യുന്നു, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. നാം പലപ്പോഴും കർത്താവിൽ ആശ്രയിക്കാതെ മനുഷ്യരിൽ ആശ്രയിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നമ്മുടെ ജീവിത പങ്കാളി, നമ്മുടെ മക്കൾ, അവരിൽ പ്രതീക്ഷ വെച്ചുകൊണ്ട് അവരെ വിശ്വസിച്ചുകൊണ്ട് നാം ജീവിക്കും. എന്നാൽ ഒരു സമയം കഴിയുമ്പോൾ അവരുടെ സ്നേഹത്തിന് മങ്ങലേൽക്കും. അവർക്ക് നമ്മെ സ്നേഹിക്കുവാനോ നമ്മെ കരുതുവാനോ നമുക്ക് ആശ്വാസം പകരുവാനോ സാധിക്കാത്ത ഒരു ഘട്ടം ജീവിതത്തിൽ ഉണ്ടാകും. അപ്പോൾ നാം നിരാശപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എന്നെന്നും സ്നേഹിക്കുന്ന, എന്നെന്നും വിശ്വസ്തത ആയിരിക്കുന്ന, എന്നെന്നും വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ, നമ്മെ ധൈര്യപ്പെടുത്തി ശക്തി പകർന്നു തരുന്ന കർത്താവിലാണ് നാം ആശ്രയം വെക്കേണ്ടത്, വിശ്വാസം അർപ്പിക്കേണ്ടത്. യേശയ്യ 40:31 കർത്താവ് അരുളി ചെയ്യുന്നു, ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ശക്തി പ്രാപിക്കും, അവൻ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും. നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കുവാൻ കഴിയണമെങ്കിൽ നാം ദൈവത്തെ വിശ്വസിക്കണം. ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസക്കുറവാണ് നാം ദൈവത്തിൽ ആശ്രയിക്കാതെ മനുഷ്യരിൽ ആശ്രയം വയ്ക്കുന്നതിന് കാരണം. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ശക്തി ആർജിച്ച് കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും എന്നാണ് തിരുവചനം പറയുന്നത്. എന്താണ് ധൈര്യം നമുക്ക് പകരുന്നത്? ഏത് പ്രതിസന്ധി ഘട്ടത്തിലും, ഏത് രോഗത്തിലും, ഏത് വേദനകളിലും ദൈവം നമ്മോട് കൂടെയുണ്ട്. നമ്മെ താങ്ങി നിർത്തുന്നത് ദൈവത്തിൻ്റെ ശക്തിയാണ്. റോമർ 8:32 സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ച് തന്നവൻ സമസ്തവും അവനോടുകൂടെ നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വപുത്രനെ നൽകിയ ദൈവം, നമ്മുടെ പാപഭാരങ്ങളെല്ലാം ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ച് കുരിശിൽ ജീവൻ ബലിയർപ്പിച്ച യേശു, ഈ ദൈവത്തിലും പിതാവായ ദൈവത്തിലും പുത്രനായ യേശുവിലുമാണ് നാം വിശ്വാസം അർപ്പിക്കേണ്ടത്. 1 പത്രോസ് 5:6 തിരുവചനം പറയുന്നു, നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നമ്മുടെ ഉത്കണ്ഠകൾ നാം വഹിക്കുമ്പോൾ നമുക്ക് ഭാരം കൂടുതലാകുകയും നാം രോഗികളായി മാറുകയുമാണ് ചെയ്യുന്നത്. നാം ഉത്കണ്ഠകൾ ദൈവത്തിന് കൊടുക്കുമെന്ന് പറയുമ്പോഴും പ്രാർത്ഥന കഴിയുമ്പോൾ ആ ഉത്കണ്ഠകളെല്ലാം നാം തിരിച്ച് നമ്മുടെ ഹൃദയത്തിലേക്ക് തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഹൃദയഭാരം വീണ്ടും ബുദ്ധിമുട്ടിലേക്ക് നീങ്ങുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11:28 യേശു പറയുന്നുണ്ട്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന്. യെശയ്യാ 41:10 കർത്താവ് അരുളി ചെയ്യുന്നുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും, എൻ്റെ വിജയകരമായ വലതുകൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും എന്ന്.
നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികളുണ്ടായാലും, രോഗങ്ങളോ സഹനങ്ങളോ വേദനകളോ ഒക്കെ ഉണ്ടായാലും ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. ഇതെല്ലാം, ഈ സഹനങ്ങളെല്ലാം നമ്മുടെ നന്മയ്ക്കാക്കി മാറ്റുവാൻ ദൈവത്തിന് സാധിക്കും. അപ്പോൾ നമ്മുടെ ഉത്കണ്ഠകളെല്ലാം കർത്താവിനെ ഏൽപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ താഴ്മയോടെ നിൽക്കുകയാണ് നാം ചെയ്യേണ്ടത്. തക്ക സമയത്ത് ദൈവം നമ്മെ ഉയർത്തിക്കൊള്ളാം. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.